ഫ്രീലേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് CSABയിലെ നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. The NCUA can trace its origin in 1929 when the All India Cooperative Institutions Association was formed. നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ ആദ്യമായി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1929 ഓൾ ഇന്ത്യ കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അസോസിയേഷൻ ഫോം ചെയ്താണ് NCUA 1929 എസ്റ്റാബ്ലിഷ്ഡ് ആയത്. About 20 years later, in 1949, the Indian Principal Banks Association, which had come into being more or less at the same time, merged with the former, resulting in the creation of the Indian Cooperative Union and still later National Cooperative Union of India. നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ 1929 എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം 20 years later, അതായത് 1949 ഇന്ത്യൻ പ്രിൻസിപ്പൽ ബാങ്ക്സ് അസോസിയേഷൻ ഇതിനെ മെർജ് ചെയ്ത് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് യൂണിയൻ ആകുകയും അതിനുശേഷം ഇത് നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയായി മാറി. NCUAയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. ഇനി നമുക്ക് NCUAയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. NCUA is a national body is responsible for cooperative education and training. കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് NCUA എസ്റ്റാബ്ലിഷ് ചെയ്തത്. നെക്സ്റ്റ്, ഫോർമർ നെയിം ഓഫ് NCUA വാസ് ഓൾ ഇന്ത്യ കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് അസോസിയേഷൻ. NCUAയുടെ ഫോർമർ നെയിം ഓൾ ഇന്ത്യ കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് അസോസിയേഷൻ എന്നാണ്. ഗോർഹൻ കമ്മിറ്റിയാണ് NCUA റെക്കമെൻഡ് ചെയ്തത്. ഇനി നമുക്ക് NCUAയുടെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. 1. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. 2. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 3. ഓൾ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻസ്. 4. സ്റ്റേറ്റ് ലെവൽ ആൻഡ് നാഷണൽ ലെവൽ ഫെഡറേഷൻസ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓൾ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻസ്, സ്റ്റേറ്റ് ലെവൽ ആൻഡ് നാഷണൽ ലെവൽ ഫെഡറേഷൻസ് ഇവരൊക്കെയാണ് NCUAയുടെ മെമ്പേഴ്സ്. നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ അൾട്ടിമേറ്റ് അതോറിറ്റി ജനറൽ ബോഡിക്കാണ്. ജനറൽ ബോഡി വൺസ് ഫോർ എ പീരീഡ് ഓഫ് 5 years, 5 വർഷത്തിലൊരിക്കലാണ് ജനറൽ ബോഡി സെലക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഹെഡ് പ്രസിഡൻ്റ് ആണ്. The main motto of NCUA is to make the voice of cooperation strong as ever. NCUAയുടെ മോട്ടോ എന്ന് പറയുന്നത് ടു മേക്ക് ദ വോയിസ് ഓഫ് കോഓപ്പറേഷൻ സ്ട്രോങ് ആസ് എവർ എന്നതാണ്. നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആക്ട് മൾട്ടി യൂണിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ്. ഇനി നമുക്ക് NCUA പബ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 3 types ഓഫ് പബ്ലിക്കേഷൻസ് ആണ് ഉള്ളത്. 1. ദ കോഓപ്പറേറ്റർ. 2. ദ കോഓപ്പറേറ്റീവ് റിവ്യൂ. 3. ദ കോഓപ്പറേറ്റീവ് ന്യൂസ്. നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ ഓർഗനൈസ്ഡ് കോഓപ്പറേറ്റീവ് വീക്ക് ഇൻ ഇന്ത്യ. ദ കോഓപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ ഇൻ ഇന്ത്യ സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ 1954. കോഓപ്പറേറ്റീവ് വീക്ക് ഈസ് November 14 to 20 every year. NCUA കോഓപ്പറേറ്റീവ് വീക്ക് ഇൻ ഇന്ത്യ ഓർഗനൈസ് ചെയ്യുന്നു. ദ കോഓപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് 1954 എല്ലാ വർഷവും നവംബർ 14 മുതൽ 20 വരെ കോഓപ്പറേറ്റീവ് വീക്കായി ആചരിക്കുന്നു. ഇൻ ഷോർട്ട്, നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ ഈസ് എ നാഷണൽ ബോഡി റെസ്പോൺസിബിൾ ഫോർ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. It is established in 1929. The former name of NCUA was All India Cooperative Institute Association. Gorham Committee recommended NCUA. NCUA registered under Multi-Unit Cooperative Society Act. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്.